പോലെ വെൽക്കം ടു ഫ്യൂച്ചർ പവർഡ് ബൈ ഗോകുലം. സോ നമ്മുടെ ഓണം എക്സാംസ് ഒക്കെ സ്റ്റാർട്ട് ചെയ്യാനായില്ലേ. സോ നിങ്ങൾക്കറിയാവുന്ന പോലെ തന്നെ നമ്മുടെ ക്ലാസ് 8 നമുക്കൊരു ബേസിക് സയൻസ് എന്ന് പറയുന്ന ഒരു ടെക്സ്റ്റ് ബുക്ക് ആയിരുന്നു ഉണ്ടായിരുന്നത്. ഫിസിക്സും കെമിസ്ട്രിയും ബയോളജിയും എല്ലാം നമുക്ക് ബേസിക് സയൻസ് എന്നൊരു ടെക്സ്റ്റ് ബുക്കിലായിരുന്നു ഉണ്ടായിരുന്നത്. ഇപ്പം നിങ്ങൾ ശ്രദ്ധിച്ചാൽ അറിയാം, നമ്മുടെ ക്ലാസ് 9 നമുക്ക് ഓരോന്നിനും ഓരോ സെപ്പറേറ്റ് ബുക്സ് ആണുള്ളത്. ബയോളജിക്ക് നമ്മൾ നോക്കുകയാണെങ്കിൽ പാർട്ട് 1, പാർട്ട് 2 എന്ന് പറയുന്ന സെപ്പറേറ്റ് ആയിട്ടുള്ള ടെക്സ്റ്റ് ബുക്സ് ആണുള്ളത്. സോ നമ്മുടെ കണ്ടൻസും അതുപോലെ തന്നെ ചാപ്റ്റേഴ്സും കൂടി വരികയാണ്. സോ പാർട്ട് 1 നമുക്ക് ഓണം എക്സാംസിന് പ്രതീക്ഷിക്കാവുന്നതാണ്. സോ പാർട്ട് 1 നിങ്ങൾ മേജർലി കോൺസെൻട്രേറ്റ് ചെയ്യേണ്ടത് നിലവിൽ ഇപ്പോൾ വന്നിട്ടുള്ളത് നമ്മുടെ ഫസ്റ്റ് 2 ചാപ്റ്റേഴ്സാണ്. സോ ഫസ്റ്റ് 2 ചാപ്റ്റേഴ്സ് നിങ്ങൾക്ക് നോക്കിയാൽ അറിയാം. ഫസ്റ്റ് ചാപ്റ്റർ ലൈഫ് പ്രോസസ്സാണ്. സോ ലൈഫ് പ്രോസസ്സിൽ നമ്മൾ കൂടുതലായിട്ടും കോൺസെൻട്രേറ്റ് ചെയ്യുന്നത് നമ്മുടെ സെൽ മെംബ്രെയിനെ കുറിച്ചൊക്കെയാണ്. ബേസിക്കലി അതൊരു പ്ലാന്റിനെ ബേസ് ചെയ്തിട്ടുള്ള ഒരു ചാപ്റ്ററാണ്. അതിൽ നമുക്ക് ക്ലോറോഫിൽ പഠിക്കാനുണ്ട്, ഫോട്ടോസിന്തസിസ് എന്താണ് പഠിക്കാനുണ്ട്. അതൊക്കെ നമ്മൾ ക്ലീൻ ആയിട്ട് നമ്മൾ അതിൽ നോക്കേണ്ട കാര്യങ്ങളാണ്. അതേപോലെ രണ്ടാമത് നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്യേണ്ട ചാപ്റ്ററാണ് ഡൈജഷൻ ആൻഡ് ട്രാൻസ്പോർട്ട് ഓഫ് ന്യൂട്രിയൻസ്. സോ ഡൈജഷനിൽ നമുക്കറിയാം, നമുക്ക് ഡൈജസ്റ്റീവ് സിസ്റ്റമാണ് അതിൽ മേജർലി നോക്കാനുള്ളത്. അതേപോലെ തന്നെ ട്രാൻസ്പോർട്ട് ഓഫ് ന്യൂട്രിയൻസ് എന്ന് പറയുമ്പോൾ നമുക്കവിടെ നമ്മുടെ സർക്കുലേറ്ററി സിസ്റ്റമാണ് മേജർലി ഫോക്കസ് ചെയ്യേണ്ടത്. ഹാർട്ടും അതിനെ ബേസ് ചെയ്തിട്ടുള്ള ഡയഗ്രാംസും ഡബിൾ സർക്കുലേഷൻ, സിസ്റ്റമിക് സർക്കുലേഷൻസ്, ഇതൊക്കെയാണ് നമ്മൾ മേജർലി കോൺസെൻട്രേറ്റ് ചെയ്യേണ്ടത്. സോ ഈ 2 ചാപ്റ്റേഴ്സും നമ്മൾ ഓണം എക്സാമിന് തെറോവായിട്ട് പഠിച്ചാൽ നമുക്ക് നല്ലൊരു മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും. സോ പ്രിപ്പറേഷൻ്റെ കാര്യത്തിൽ മക്കൾ ഒട്ടും ടെൻഷൻ അടിക്കേണ്ട. നമ്മുടെ കൂടെ ഒരു പവർ പാക്ഡ് ആയിട്ടുള്ള ഫാക്കൽറ്റീസ് കൂടെ ഉണ്ടാകും. അതേപോലെ നമ്മുടെ ക്ലാസ് 9 ട്യൂഷൻ ബാച്ചിൻ്റെ പേരാണ് സ്കൈ എന്നത്. സോ ഇനിയും അഡ്മിഷൻ എടുക്കാത്തവർ വേഗം തന്നെ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക.